ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്ന് ബാണാസുര സാഗർ ഡാം വരെ പോവുകയാണ്. അപ്പം ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടി നമ്മൾ പടിഞ്ഞാറത്തറ എത്തിയപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ നോക്കി 2 ബെൽറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വേഗം തന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതിന് ശേഷം പോയി ടിക്കറ്റ് എടുക്കാൻ പോയി. വലിയവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് വരുന്നത്. നമ്മൾ 4 പേര് വലിയവരായതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. പിന്നെ ഉള്ളിൽ പോയപ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെക്കാട്ടി ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബാണാസുര സാഗറിൽ വന്നതാണ്. നമ്മുടെ കൂടെ ഈ ആൾക്കാരുള്ളത് അപ്പൻ, അമ്മ, അനിയനാണ്. നല്ല വെയിലും കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മേലേക്കൊക്കെ നോക്കുമ്പം കൂടുതൽ ആൾക്കാർ നടന്നു പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വണ്ടി കയറുന്നൊരു കുറവായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് കയറണം. ഇതാണ് ആ സ്റ്റെപ്പ്. മുടി ഈരാൻ പറഞ്ഞിട്ട് മുടി നല്ല അലമ്പായിട്ടാണ് ഉണ്ടായിരുന്നത്. മുടി ഒരുമാതിരിയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇറങ്ങാൻ നേരത്ത് മറന്നുപോയി ഈരേണ്ട കാര്യം. പിന്നെ കയറി ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് മുടി ഈരിയില്ലല്ലോ എന്ന്. എന്താണ് ഗൈസ്, എൻ്റെ അനിയൻ അടി ഉണ്ടാക്കുന്ന അനിയൻ കണ്ടോ? ഇപ്പോഴും ഉപദ്രവം മാത്രമേ അവനുള്ളൂ. ഓടി കയറുന്നുണ്ട്. സ്നേഹം കൊണ്ടൊന്നുമല്ല, കയറാൻ പറ്റാത്തതുകൊണ്ട് താങ്ങി പിടിക്കുന്നത്, വേറെ ഒന്നുമല്ല. അവൻ വണ്ടി പോവാന്ന് അപ്പോഴും പറഞ്ഞതാ. പാർക്കായിരുന്നു നമ്മൾ നടക്കുന്നത്. നന്ദയ്ക്ക് വ്ലോഗ് എടുത്ത് നടക്കണം പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഏകദേശം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അപ്പനൊക്കെ അവിടെ സൺസ്ക്രീൻ ഒന്നും ഇടാതെ ആരും ഈ പരിസരത്തേക്ക് വരാൻ പാടില്ല. നമ്മൾ വന്നിട്ട് ഇവിടെ കുറേ കൊല്ലമായി. ഇപ്പോൾ ഗൈസ്, നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി, പക്ഷെ കുറേ വർഷങ്ങളായി. ഇപ്പോഴാണ് നമ്മൾ പിന്നെ വരുന്നത്. നമുക്ക് ഡാമൊക്കെ മൊത്തം കാണാം. പിന്നെ നമ്മൾ അതിലേക്ക് നടന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുളമൊന്നും വലിയ വൃത്തിയൊന്നും ആക്കിയിട്ടിട്ടില്ല. പക്ഷേ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് നമ്മൾ പിന്നെ ഫോട്ടോസ് എടുക്കാൻ നിന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, എല്ലാവർക്കും ആടാൻ പറ്റുന്നത്. നമ്മളവിടെ ഊഞ്ഞാലാടാൻ വേണ്ടി പോയി. ആദ്യം ഞാനിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് ആടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എണീച്ചു. പിന്നെ അപ്പനാടാൻ പോയപ്പം അമ്മയും അനിയനും കൂടെ അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഓരും വന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി. ഞാനും ആടി. എന്നെ ആട്ടി തന്ന എൻ്റെ അനിയനാണ്. ആട്ടുന്നതിൻ്റെ ഒപ്പം പുറകെ കൂടെ ഓരോരോ കൊട്ടും തന്നിട്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും കാരണം പറഞ്ഞു, അമ്മയും കയറി. എല്ലാവരും കഴിഞ്ഞ ശേഷം നമ്മൾ അപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റേ ഈ സാധനം, എനിക്ക് പേരറിയില്ല, ഇതുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാർ നിന്നിട്ട് ബുൾ റൈഡ് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വന്ന വെള്ളത്തിൻ്റെ ഫ്ലോട്ടിങ്ങിൻ്റെ അവിടെ വന്നപ്പോൾ പണ്ടൊക്കെ ഫുൾ ടൈം അനിയനൊക്കെ ഇറങ്ങുന്ന സാധനമായിരുന്നു. ഇപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വലുതായല്ലോ. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും മാറ്റം വന്നിട്ടുണ്ടോ ചോദിച്ചാൽ എന്തൊക്കെയോ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മുമ്പിലുള്ള വ്യൂ കാണിച്ചത്. പിന്നെ ഡാമിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല, നല്ല വെള്ളത്തിൻ്റെ കുറവായിരുന്നു. പിന്നെ അപ്പുറത്ത് ബോട്ടിങ്ങിൻ്റെ ഇതായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നടന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് നമ്മൾ അവിടെ ഫിഷ് സ്പാ ചെയ്യാൻ കയറി. പിന്നെ നമ്മൾ അവിടെ കയറിയിട്ട് ഒരാൾക്ക് 100 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 50 രൂപയ്ക്കാണ് തന്നത്. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ അറിയുന്നത്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം അനിയനും അപ്പനുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും അപ്പുറത്തിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനും അമ്മയും വന്നു. പിന്നെ ഞങ്ങളും കുറച്ച് നേരം ഇട്ടു. അപ്പോഴത്തേക്ക് സമയം 5:45 ഒരു 6 മണിക്ക് പൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടൈം ലിമിറ്റൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. 10 മിനിറ്റാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അരമണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അനിയൻ എൻ്റെ കൂടെ വന്നിരുന്നു, അപ്പുറത്തെ ആൾ വന്നപ്പം. നമ്മൾ പോയി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഫിഷ് സ്പാ? സൂപ്പറായിരുന്നു. ആദ്യം കയറിയില്ല, ആദ്യം വലിയ ചാടിയിട്ട് നിന്നതാ. എങ്ങനെയുണ്ട്? രാത്രി 12-ന് ശേഷം വായിച്ച ശേഷമാണ് ബാണാസുര സാഗറിന് ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്.
ആ കഥയിൽ പറയുന്നുണ്ട് ഇതിനടിയിൽ ഗ്രാമങ്ങളുണ്ടെന്ന്. എനിക്ക് സത്യമാണെന്ന് എനിക്കറിയില്ല. ഗൈസ് അതാണ് സോളാറിൻ്റെ വെള്ളം. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ബാണാസുര ഡാമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ് എനിക്ക് കാറ്റ് നല്ല ഇഷ്ടമായി. അപ്പം നമ്മളിപ്പോൾ ബാണാസുരാണ്. ഇപ്പോൾ ടൈം 5:30 നമ്മൾ സ്പായിൽ കയറേണ്ട ജസ്റ്റ് കയറിയോണ്ട് നല്ല ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ ഡാം കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ ഇതിനെ കൂടെ ബെറ്റർ കുറച്ചും കൂടെ കാരാപ്പുഴയാണ്. ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോവുകയാണെങ്കിൽ കാരാപ്പുഴ പോകുന്നതായിരിക്കും ബെറ്റർ. അവിടെ കുറച്ചും കൂടെ നല്ല നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്, ആൾക്കാരൊന്നും മിണ്ടില്ല. ഇപ്പം എൻ്റെ പുറകിൽ കുറച്ച് പുറകിലാണ് ആൾക്കാരുള്ളത്, അതുകൊണ്ട് ഞാൻ മിണ്ടും. വെള്ളം വളരെ കുറവാണ്. ഇത് മറ്റേ സോളാറിൻ്റെ സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. നടന്നു വരുന്നതിന് പകരം ഇവിടെ നിന്ന് ഉരുസി കഴിഞ്ഞാൽ താഴെ എത്തും. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാണ്. അത് അപ്പം നടന്നു വരുന്നുണ്ട്. അയ്യോടെ അത് നടന്നു വരുന്നുണ്ട്. ഇതെൻ്റെ സ്വന്തം അനിയൻ, ഇനി 10ാം ക്ലാസ്സിലാണ്. പറഞ്ഞില്ല എന്നാലും പറയണ്ട. കണ്ടില്ലേ, വെറും ഉപദ്രവകാരിയാണ്. വെറും നമ്മൾ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെ എത്തിയിട്ട് നേരെ എന്തെങ്കിലും തിന്നാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ സ്വീറ്റ് കോൺ വിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വരെ പോയി. അവിടെ പോയിട്ട് ഒരു നോർമലും പിന്നെ എന്തോ മസാലേൻ്റെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇരുന്ന് കഴിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി കിടക്കുന്ന അവിടെ പോയി. പിന്നെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് വരാൻ നോക്കി. അപ്പോൾ നമുക്കൊന്ന് ഹൈപ്പർ സിറ്റി കയറാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാം. പിന്നെ ഹൈപ്പർ സിറ്റിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പച്ചിലക്കാട് പോയി. പച്ചിലക്കാട് ഒരു കടയുണ്ടായിരുന്നു, അവിടെ പോയിട്ട് മന്തിയും വാങ്ങി. അവിടെ ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഇരുന്നു, കുറേ നേരം നിൽക്കേണ്ടി വന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്നാപ്പൊക്കെ എടുക്കലായിരുന്നു പണി. പിന്നെ നമ്മൾ വാങ്ങി നേരെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. 9 മണി 9:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. നമ്മൾ ഫേസൊക്കെ മാറിക്ക് നല്ലോണം. പിന്നെ വീട്ടിൽ വന്ന് മന്തിയൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്